ഹലോ, അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞ് രണ്ടാമത് ആദ്യം വിഷു വരാനായി കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ വീഡിയോ വരുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, എനിക്കിങ്ങനെ മടി പിടിച്ചിരിക്കുമായിരുന്നു. അന്നേരം പിന്നെ വീഡിയോ ഒക്കെ അവിടെ ഒരു വഴിക്കായി. അപ്പോൾ പിന്നെ ഞാൻ ഏതായാലും എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്തിടാന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ വിഷുവിന് 4 മണിക്ക് നമ്മൾ എണീറ്റ് വീട്ടിൽ നിന്ന് കണിയും കണ്ട് നേരെ കുളിച്ച് അമ്പലത്തിൽ പോകാം കേട്ടോ. പിള്ളേരും ഞാനും ഗീഷേട്ടനും മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ രാവിലെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആദ്യം പൂക്കുന്നത്ത് അമ്പലത്തിലാണ് കേട്ടോ പോയത്. അതെനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ഷിട്ടുമണിക്ക് ഭയങ്കര ദേഷ്യം കരച്ചിലൊക്കെ ആയിരുന്നു. രാവിലെ എണീക്കാത്ത സമയത്ത് എണീച്ചതല്ലേ, അതിൻ്റെ ഒരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ, ഈ ഒരു ധാവണി സെറ്റാണ് ഇട്ടത്. അത് ഞാൻ മീഷോന്ന് മുന്നേ വാങ്ങിച്ചതിൻ്റെതും സ്റ്റിച്ച് ചെയ്തതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആ ധാവണി ഇട്ടുകൊണ്ടാണ് പോയത്. അപ്പോൾ ഈ ധാവണിയൊക്കെ ഇട്ടിങ്ങനെ അമ്പലത്തിൽ പോകാൻ കാത്ത് ഞാനിതിനകത്ത് കുറേ ദിവസമായിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഈ ഓണത്തിനും വിഷുവിനൊക്കെ എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുക, പിന്നെ അതിന് മേച്ചായ വള കമ്മൽ ഇതൊക്കെ സെറ്റാക്കി വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. പിന്നെ മിക്ക പെൺകുട്ടികൾക്കും ഉണ്ടാവുമായിരിക്കും അത്. പിന്നെ എന്നാലും കല്യാണം കഴിഞ്ഞൊരു പിള്ളേരൊക്കെ ആയി പ്രാരാബ്ദമൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറേയൊക്കെ അതിൽ നിന്ന് വലിയെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പക്ഷേ എനിക്കതിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പം ഞങ്ങളിങ്ങനെ ബാരാമ്പലത്തിൽ പോയി തൊഴുത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം ഈ വിഷുവിൻ്റെ സമയത്ത് നമുക്ക് മിക്ക അമ്പലങ്ങളിൽ പോയാലും നമുക്ക് ഉണ്ണിയപ്പം കിട്ടും. മാത്രമല്ല വീടുകളിൽ നിന്നും കിട്ടും. കാരണം എന്താ വെച്ചാൽ വീട്ടിൽ കണി വെക്കാൻ എന്തായാലും എല്ലാവരും ഉണ്ണിയപ്പം ആക്കിയിട്ടുണ്ടാവും. പിന്നെ അമ്പലത്തിലെ ഉണ്ണിയപ്പത്തിന് വേറൊരു ടേസ്റ്റാണ്. കാരണം എന്താ വെച്ചാൽ അതൊരു നെയ്യ് കുറച്ച് അധികമുള്ള ഉണ്ണിയപ്പമായിരിക്കും. പിന്നെ നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് കണി നോക്കിയിട്ട് അമ്മേനെ കണ്ടിട്ട് നേരെ എൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കിയുള്ള ഏട്ടന്മാരെ വീട്ടിൽ പോയിട്ടും കൂടി കണി കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അമ്മേരെ അടുത്ത് ആദ്യം പോയിട്ട് കണിയും കണ്ടിട്ട്, അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് നിർബന്ധിച്ചതല്ലേ, നമ്മളെ വീട്ടിൽ ചായ ഒന്നും ആക്കിയിട്ടില്ല, പിന്നെ എന്തായാലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും ചായ കുടിക്കണമെങ്കിൽ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നിർബന്ധിക്കുന്നതുകൊണ്ട് ചായ കുടിക്കണം. ഇതാണ് പിള്ളേർ തലേദിവസം പടക്കം പൊട്ടിച്ചിടുന്നതിൻ്റെ വേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ അന്ന് നമ്മൾ അടിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് അവിടെ. പിന്നെ നമ്മളങ്ങനെ അധികം പടക്കമൊന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, കുഞ്ഞിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് പൊട്ടിച്ചിട്ടില്ല. പിന്നെ ആമ്പ് മേലെ വന്നിട്ട് പൊട്ടിക്കാട്ടോ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒരേട്ടൻ്റെ വീട്ടിൽ പോയി. അപ്പം അവിടെ രമ്യേച്ചും പിള്ളേർ മാത്രമേ ഉള്ളൂ, ഏട്ടനില്ലല്ലോ. അപ്പോൾ പിന്നെ പിള്ളേർ ചായ കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി അവിടെ കണി നോക്കിയിട്ട് നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് വർത്താനം പറഞ്ഞു. അപ്പോൾ ചായ കുടിക്കുന്ന ചോദിച്ചപ്പോൾ എന്തായാലും മേളിൽ നിന്ന് ചായ കുടിക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, മീത്തൊന്ന് കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മീത്ത വീട്ടിൽ പോയിട്ട് ചായ കുടിച്ചു. അപ്പോൾ ചായക്ക് ഉഴുന്ന ദോശയും ചമ്മന്തി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കഴിച്ചു. എന്താ വെച്ചാൽ ഉഴുന്ന ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കഴിച്ചു. അപ്പോൾ അമ്മ ഇങ്ങനെ ചൂടോടെ ചുട്ട് തരുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മേനെ വിഷമിപ്പിക്കേണ്ടത് വെച്ച് ഞാനിങ്ങനെ 2 ഉഴുന്ന ദോശ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഇനി എൻ്റെ വീട്ടിലേക്കും പോകണമല്ലോ, അപ്പോൾ കുറച്ച് വയറിൽ സ്ഥലം ബാക്കി വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഏട്ടൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേരുടെ കൂടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ അമ്മ മുറ്റത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ വീഡിയോ കൂടെ എടുത്തു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും ഈ സാരി ഉടുക്കാത്ത വീഡിയോ ഇടുമ്പോൾ അമ്മയ്ക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അമ്മ വീട്ടിൽ നിൽക്കുന്ന ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വീഡിയോ എടുത്ത് ഇടുന്നതേ ഉള്ളൂ. പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകട്ടോ. വീട്ടിലേക്ക് വന്ന വഴിക്ക് നമ്മൾ പൊയിനാച്ചി അമ്പലത്തിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം അതും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞ് രാവിലെ എണീറ്റിട്ടുണ്ട്. കുഞ്ഞിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പോൾ രാവിലെ അമ്മ കുളിച്ച് റെഡിയായി വീട്ടിൽ ചായയും ചോറിൻ്റെ ഒക്കെ പണി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചായക്ക് കടലക്കറിയും അപ്പവും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കടലക്കറി അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കടലക്കറി അപ്പവും കഴിച്ചു. ഷിറ്റുവിന് വിശക്കുന്നുണ്ടായിരുന്നു. അവൻ അവിടുന്ന് ചായ കുടിക്കാത്തതുകൊണ്ട് ഞാൻ അവന് ചായ ഊതി കൊടുക്കാം കേട്ടോ. അപ്പം നല്ല അപ്പമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് വേഗം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പണിയുണ്ട്. അടുത്ത പണി എന്താ വെച്ചാൽ അടുക്കളയിൽ അമ്മേനെ എന്തെങ്കിലും സഹായിച്ചാൽ മതി കേട്ടോ. അമ്മ ആക്കിക്കോളും എല്ലാം. പിന്നെ നമ്മളിങ്ങനെ തേങ്ങ കൊടുക്കുക, അങ്ങനെയുള്ള ചില്ലറ പണികളൊക്കെ എടുത്താൽ മതി. പിന്നെ എന്ന് പറഞ്ഞാൽ വിഷുവിന് മെയിനായിട്ടുള്ളൊരു സംഭവമുള്ള വിഷു കൈ നീട്ടം. അപ്പോൾ നമുക്ക് വിഷു കൈ നീട്ടമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമായി. വിഷുവിന് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, അത് ഞാൻ പറയാൻ മറന്നുപോയി. പിന്നെ ബാക്കിയുള്ള അവിടെ ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ഈ വീട് നല്ല വൃത്തിയായി കിടക്കും. പക്ഷേ ഞാനും പിള്ളേരും വന്നാൽ ഈ വീട് ഇങ്ങനെ ചളവളാന്ന് കിടക്കും. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ വിഷു ആയിക്കൊണ്ട് ആരെങ്കിലും കയറി വരുമ്പോൾ വൃത്തിയോടെ കിടക്കണമെന്ന് വെച്ച് ഞാനെല്ലാം ക്ലീൻ ആക്കിയിട്ടു. പിള്ളേരിങ്ങനെ വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കത് ആവണി ഊരിയിടാൻ തോന്നിയില്ല, കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ഞാനിങ്ങനെ ഒരു 12:30 ആയപ്പോൾ അമ്മ ഫുഡൊക്കെ ആക്കി വെച്ചു കേട്ടോ. ചോറും കറിയും ബാക്കിയുള്ളതൊക്കെ ആക്കി ഞാനിങ്ങനെ തേങ്ങ ഇടാനും അങ്ങനെ ചില്ലറ പണിക്കൊക്കെ ഞാൻ സഹായിച്ചു.
പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഷിറ്റുവിന് ചോറും കൊടുത്തു. പിന്നെ ഇത് പച്ചടി, പയറ് വറവ്, പിന്നെ നമ്മൾ പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ കുറേ കറിയൊന്നും നമ്മൾ ആക്കിയില്ല കേട്ടോ. നമ്മൾ ഇങ്ങോട്ടേക്ക് എന്തായാലും ചിക്കനോ നോൺ വെജ് എന്തായാലും സദ്യയിലുണ്ടാവും. പക്ഷേ നമ്മൾ നോൺ വെജ് ആക്കിയില്ല. സാമ്പാർ, അവിയൽ, അച്ചാർ, അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ചിക്കൻ ആക്കിയില്ല ഇപ്രാവശ്യം. ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് ചിക്കൻ കഴിക്കാനുള്ളൊരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് കുളിച്ച് നേരെ തൃക്കണ്ണാട് അമ്പലത്തിൽ പോവാം കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛനോടും അമ്മയോടും വരുന്ന ചോദിച്ചപ്പോൾ അവർ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ കുറേ ദിവസമായി നമ്മളിങ്ങനെ പോയിരിക്കണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. വൈകുന്നേരമൊക്കെ നമ്മളിങ്ങനെ കടലിൻ്റെ അടുത്ത് പോയി കുറച്ച് സമയം സമാധാനത്തിൽ ഇരിക്കാമല്ലോ. പിന്നെ പക്ഷേ ഈ പിള്ളേരെയും കൊണ്ട് ഇരിക്കാൻ പറ്റില്ല നമുക്കങ്ങനെ. എന്താണെന്നറിയില്ല, ഇന്ന് പിള്ളേർക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ട് നമ്മൾ ഒന്ന് കയറി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറിയെല്ലാം വാങ്ങി പ്രദക്ഷിണം വെച്ചു. ഇന്ദ്രനീലഗംഗേ പാടൂ ചന്ദ്രകാന്തരതികേ ആടൂ സപ്തസാലവനമേ പൂവണിയോ മംഗളതെന്നലിളകി ഒഴുകവേ പൊന്നണി തിങ്കളൊരുകി ഒഴുകവേ ഇവിടെ ഇനിയൊരമൃത താണ്ഡവം തുടരുകിനിയൊരഭയ താണ്ഡവം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കടൽ തീരത്തേക്ക് വന്നു കേട്ടോ. പിന്നെ അപ്പോൾ അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സമയം അതിലേ നടന്നു കേട്ടോ. അപ്പോൾ അമ്പ് അതിലേ കളിച്ചുകൊണ്ടുണ്ട്. പിന്നെ ഷിറ്റുവിനെ താഴെ ഇറക്കിയാൽ പിന്നെ ഓനെ കാണിയില്ല. ഇറക്കി പോയാൽ പിന്നെ പണി കിട്ടും. അതുകൊണ്ട് ഞാനിങ്ങനെ ഇറക്കാതെ പിടിച്ച് വെച്ചേക്കുവാണ്. ലാസ്റ്റ് പോകാനാകുമ്പോൾ ഇറക്കിയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ ഓൻ ഇറങ്ങിയാൽ പിന്നെ നമ്മൾ അവൻ്റെ പുറകെ തന്നെ നടക്കേണ്ടി വരും. കുറച്ച് സമയം അവിടെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇന്ന് എന്താണെന്നറിയില്ല, എനിക്കിങ്ങനെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ നമ്മളെ മൈൻഡെല്ലാം ഒരു ഫ്രീ ആവും അങ്ങനെ ഇരിക്കുമ്പോൾ. പിന്നെ നമ്മൾ കുറച്ച് അതിൽ നടന്നു. അപ്പം തന്നെ ഏകദേശം 7 മണിയൊക്കെ ആയി കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എൻ്റെ ഒരു വിഷു ഇങ്ങനെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാച്ചാ, പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.